നമ്മളൊരു നേഴ്സിംഗ് റിസർച്ച് പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ അതിലെ വേരിയബിളുകളെക്കുറിച്ച് നല്ലൊരു ധാരണ വേണം. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് നേരെ കടക്കാം. നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? ഒരു പുതിയ ചികിത്സാരീതിയോ അല്ലെങ്കിൽ ഒരു പുതിയ കെയർ മെത്തേഡോ ശരിക്കും രോഗികൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് ഗവേഷകർ എങ്ങനെയാണ് ഉറപ്പിച്ചു പറയുന്നത്? ഇതിന്റെ എല്ലാം ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് വേരിയബിൾസ് എന്ന് പറയുന്ന ഈ സംഭവത്തിലാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പഠനത്തിൽ നമുക്ക് അളക്കാനോ നിരീക്ഷിക്കാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ കഴിയുന്ന എന്തിനേയും വേരിയബിൾ എന്ന് വിളിക്കാം. ഇവയില്ലാതെ ഒരു ഗവേഷണവും മുന്നോട്ടു പോകില്ല. ഒരു കെട്ടിടത്തിന് ഇഷ്ടികകൾ എങ്ങനെയോ അതുപോലെയാണ് ഗവേഷണത്തിന് വേരിയബിളുകൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം. ആദ്യം ഗവേഷണത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകൾ, പിന്നെ കാരണവും ഫലവും, അതിനുശേഷം വരുന്ന മറ്റു ചില പ്രധാന ഘടകങ്ങൾ, ഡേറ്റ എങ്ങനെ അളക്കുന്നു, അവസാനം ഇതെല്ലാം നമ്മൾ നഴ്സുമാർ എന്തിന് അറിഞ്ഞിരിക്കണം എന്നും നോക്കാം. അതെ, നമ്മൾ പറഞ്ഞതുപോലെ ഏതൊരു ഗവേഷണത്തിന്റെയും അടിത്തറ ഈ വേരിയബിളുകളാണ്. അത് ചിലപ്പോൾ രോഗിയുടെ പ്രായമാകാം, അല്ലെങ്കിൽ രക്തസമ്മർദ്ദമാകാം, അതുമല്ലെങ്കിൽ ഒരു പ്രത്യേക ചികിത്സയോട് ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതുമാകാം. ഇതിനെയെല്ലാം നമുക്ക് വേരിയബിളുകളായി കണക്കാക്കാം. എന്തുകൊണ്ടാണ് ഒരു കാര്യം സംഭവിക്കുന്നത്? മറ്റൊന്നിന് കാരണമെന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടെത്താനാണ് പല പഠനങ്ങളും ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ സ്വാഭാവികമായും 2 പ്രധാനപ്പെട്ട വേരിയബിളുകൾ ഉണ്ടാകും. ശരി, നമുക്കിതിന്റെ കാതലിലേക്ക് വരാം. ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ IV, അതാണ് കാരണം, ഗവേഷകൻ മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഘടകം. ഇനി ഡിപെൻഡന്റ് വേരിയബിൾ അല്ലെങ്കിൽ DV, അതാണ് ഫലം, അതായത് ആ കാരണം കൊണ്ട് എന്ത് മാറ്റമുണ്ടായി എന്ന് നമ്മൾ അളക്കുന്നത്. ഈ ഉദാഹരണം നോക്കിയാൽ സംഭവം സിമ്പിളായി മനസ്സിലാവും. ഇവിടെ മ്യൂസിക് തെറാപ്പി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഗവേഷകരാണ്. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇനി ഈ മ്യൂസിക് തെറാപ്പി കാരണം രോഗിയുടെ ഉത്കണ്ഠ കുറഞ്ഞോ എന്ന് നമ്മൾ അളക്കുന്നു. അപ്പോൾ ഉത്കണ്ഠയാണ് ഇവിടത്തെ ഡിപെൻഡന്റ് വേരിയബിൾ. എളുപ്പമല്ലേ? എന്നാൽ ഒരു പഠനത്തിൽ ഈ കാരണവും ഫലവും മാത്രമല്ല ഉള്ളത്. വേറെയും ചില കളിക്കാർ രംഗത്തുണ്ടാകാം. ഇവർ ചിലപ്പോൾ പഠനത്തിന്റെ റിസൾട്ടിനെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. നമ്മളൊരു പഠനം നടത്തുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ അവിടെ ഉണ്ടാവുക. വേറെയും കുറേ കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ടാവും. ഇവ ചിലപ്പോൾ നമ്മുടെ റിസൾട്ടിനെ ബാധിച്ചേക്കാം. അത്രം പുറമേയുള്ള ഘടകങ്ങളെയാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു നല്ല ഗവേഷകൻ എപ്പോഴും ഇവയെ കണ്ടുപിടിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഇനി ഈ പുറമേയുള്ള ഘടകത്തെ, അതായത് എക്സ്ട്രേനിയസ് വേരിയബിളിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പോഴാണ് അതൊരു വില്ലനായി മാറുന്നത്. അതിനെയാണ് നമ്മൾ കൺഫൗണ്ടിംഗ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ പഠനത്തിന്റെ ആകമൊത്തം വിശ്വാസ്യതയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഈ ഫോർമുല സിമ്പിൾ ആണെങ്കിലും ഇതിന്റെ അർത്ഥം വളരെ വലുതാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ചെറിയ പുറമേയുള്ള ഘടകം നമ്മുടെ പഠനത്തിന്റെ മുഴുവൻ റിസൾട്ടിനെയും തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറാം. ഈ ഉദാഹരണം നോക്കൂ. നമ്മൾ വ്യായാമം ശരീരഭാരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിക്കുകയാണെന്ന് വയ്ക്കുക. ഇവിടെ പ്രായം ഒരു വലിയ ഘടകമാണ്, അല്ലേ? കാരണം പ്രായം കൂടുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരഭാരത്തിലും മാറ്റങ്ങൾ വരാം. വ്യായാമം ചെയ്യാനുള്ള കഴിവും മാറും. അപ്പോൾ പ്രായം എന്ന ഘടകത്തെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ശരീരഭാരത്തിലെ മാറ്റം വ്യായാമം കൊണ്ടാണോ അതോ പ്രായം കൊണ്ടാണോ എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ കാരണവും ഫലവും തമ്മിൽ നേരിട്ടൊരു ബന്ധമായിരിക്കില്ല. അതിനിടയിൽ ഒരു ഇടനിലക്കാരനുണ്ടാകാം. ഈ ഇടനിലക്കാരനാണ് ഇന്റർവീനിംഗ് വേരിയബിൾ. അതായത് ഒരു കാര്യം മറ്റൊന്നിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് എന്നത് വിശദീകരിക്കും. ഒരു ഉദാഹരണം പറയാം. ഒരു പ്രത്യേക ബോധവൽക്കരണ പരിപാടി IV കാരണം ആളുകൾ ഗർഭനിരോധന മാർഗങ്ങൾ DV കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു? ആ പരിപാടി ആദ്യം ആളുകളുടെ അറിവ് ഇന്റർവീനിംഗ് വേരിയബിൾ കൂട്ടി. ആ കൂടിയ അറിവാണ് പിന്നീട് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ അറിവിവിടെ ഒരു പാലം പോലെ പ്രവർത്തിച്ചു. ഇത് നിങ്ങൾ ഒരുവിധം എല്ലാ സ്റ്റഡികളിലും കാണുന്ന ഒന്നായിരിക്കും. ഡെമോഗ്രഫിക് വേരിയബിളുകൾ. പഠനത്തിൽ പങ്കെടുത്ത ആളുകൾ ആരാണ്, അവരുടെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. പ്രായം, ലിംഗം, വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതുവരെ നമ്മൾ വേരിയബിളുകൾ ഒരു പഠനത്തിൽ എന്ത് റോളാണ് ചെയ്യുന്നതെന്ന് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വേരിയബിളുകളെ എങ്ങനെയാണ് അളക്കുന്നത്, അല്ലെങ്കിൽ അവ ഏത് തരം ഡേറ്റയാണ് നമുക്ക് തരുന്നതെന്നാണ്. ഈ അളവുകളുടെ 4 ലെവലുകൾ ഓർത്തുവയ്ക്കാൻ ഒരു എളുപ്പപ്പണിയുണ്ട്. NOIR, NOIR, നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, പിന്നെ റേഷ്യോ. നമുക്ക് ഓരോന്നായിട്ട് വേഗം നോക്കാം. ഈ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇതൊരു പിരമിഡ് പോലെയാണ്. ഏറ്റവും താഴെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡേറ്റ. മുകളിലേക്ക് പോകുന്തോറും ഡേറ്റ കൂടുതൽ കൃത്യവും കൂടുതൽ വിവരങ്ങൾ തരുന്നതുമായി മാറും. ഈ പട്ടിക നോക്കൂ. ഒന്നാമത്തേത്
നോമിനൽ ഇത് വെറും പേരുകൾ മാത്രമാണ്, രക്തഗ്രൂപ്പ് പോലെ. ഇതിനൊരു ഓർഡറില്ല. രണ്ടാമത്തേത് ഓർഡിനൽ. ഇവിടെ ഒരു ഓർഡറുണ്ട്, വേദനയുടെ സ്കെയിൽ പോലെ. കുറവ്, ഇടത്തരം, കൂടുതൽ. പക്ഷേ കുറവും ഇടത്തരവും തമ്മിലുള്ള വ്യത്യാസം ഇടത്തരവും കൂടുതലും തമ്മിലുള്ള വ്യത്യാസത്തിന് തുല്യമാകണമെന്നില്ല. മൂന്നാമത്തേത് ഇന്റർവെൽ. ഇവിടെ ഓർഡറുമുണ്ട്, തുല്യ ഇടവേളകളുമുണ്ട്, ശരീര താപനില പോലെ. പക്ഷേ ഇവിടെ ഒരു യഥാർത്ഥ പൂജ്യവുമില്ല. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ താപനില ഇല്ല എന്നല്ലല്ലോ അർത്ഥം. അവസാനത്തേത് റേഷ്യോ. ഇതാണ് ഏറ്റവും കൃത്യമായ ലെവൽ. ഇവിടെ ഓർഡറുണ്ട്, തുല്യ ഇടവേളകളുണ്ട്, ഒരു യഥാർത്ഥ പൂജ്യവുമുണ്ട്. ഉദാഹരണത്തിന് ഭാരം. 0 കിലോഗ്രാം എന്നാൽ ഭാരം ഇല്ല എന്നു തന്നെയാണർത്ഥം. ഓക്കെ, നമ്മളിപ്പോൾ കുറേ ടെക്നിക്കൽ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഒരു നേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്കിതെങ്ങനെയാണ് ഉപകാരപ്പെടുക? എന്തിനാണിതെല്ലാം അറിയുന്നത്? ഈയൊരു വാചകത്തിൽ എല്ലാമുണ്ട്. നമ്മളൊരു പുതിയ റിസർച്ച് വായിക്കുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം അതിനെ വിമർശനാത്മകമായി വിലയിരുത്താൻ ഈ അറിവ് നമ്മളെ സഹായിക്കും. ആ പഠനം ശരിയായ രീതിയിലാണോ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ ഇത് കൂടിയേ തീരൂ. ചുരുക്കി പറഞ്ഞാൽ, വേരിയബിളുകളെക്കുറിച്ചുള്ള ഈ അറിവ് വെറുമൊരു അക്കാഡമിക് എക്സർസൈസ് അല്ല. ഇത് നമ്മുടെ രോഗികൾക്ക് ഏറ്റവും മികച്ച, ഏറ്റവും സുരക്ഷിതമായ പരിചരണം നൽകാൻ നമ്മളെ സഹായിക്കുന്നൊരു ടൂളാണ്. കാരണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു റിസർച്ച് ആർട്ടിക്കിൾ കാണുമ്പോൾ അതിലെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഡിപെൻഡന്റ് ഏതാണെന്നൊക്കെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കില്ലേ? ഒരുപക്ഷേ എന്തെങ്കിലും കൺഫൗണ്ടിംഗ് വേരിയബിൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നും നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ, അത് നിങ്ങളുടെ വായനയെ തന്നെ മാറ്റും.